നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി കമ്മ്യൂണിസ്റ്റ് ഹോം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ സൈക്കിൾ റിക്ഷ കിട്ടി കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. രാവിലെ തന്നെ ടൂറിസ്റ്റുകളെല്ലാം വന്ന് തുടങ്ങിയിരുന്നു. ഇളം വെയിലും ആയതുകൊണ്ട് ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാൻ സാധിച്ചു. ഇതാണ് പ്രവേശന കവാടം. ഇതിലൂടെ നമ്മൾ അകത്ത് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ഹുമയൂൺ സ്റ്റോപ്പ് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ മനോഹരമായിരുന്നു. ഏകദേശം നമ്മൾ താജ്മഹൽ കാണുന്ന പോലെ ഗോപുരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. വെള്ളം ഒഴുകി വരാനുള്ള വഴിയിലാണ് ഈ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. എന്ത് മനോഹരമായിട്ടാണ് വർക്ക് ചെയ്തത് അന്നത്തെ കാലത്തും. ഇപ്പോൾ ഈ കാലത്ത് അങ്ങനെ ഒന്നും ഉണ്ടാക്കുമെന്ന് തന്നെ അറിയില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇന്ത്യ ഗേറ്റിലോട്ടാണ് പോയത്. അവിടെയും നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ആയിരുന്നു. ഇളം വെയിലും ചെറിയ തണുത്ത കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് നേരം അതിലേക്ക് ഇറങ്ങി അടിച്ച് ഫോട്ടോസെല്ലാം എടുത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തോട്ട് യാത്രയായി. ജിബിൻ എന്തൊക്കെയോ സംസാരിക്കുന്നു. ആശാന് ഹിന്ദി അറിയാൻ മേല. അവരിങ്ങോട്ട് ഹിന്ദി പറയും, നമ്മൾ ഇംഗ്ലീഷ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമ്മളടുത്ത മെട്രോ പിടിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. മെട്രോ വന്നു. നമ്മുടെ കേരളത്തിലെ മെട്രോ പോലെ നല്ല തിരക്കാണ് മെട്രോയിലെല്ലാം. നമ്മൾ റെഡ് ഫോർട്ടിലോട്ടാണ് നമ്മളടുത്ത് പോകുന്നത്. അവിടെ തന്നെ നല്ല തിരക്കായിരുന്നു. അതിനകത്തൂടെ എല്ലാം കറങ്ങി അടിച്ച് നടന്നതിന് ശേഷം നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകാറായി. നമ്മൾ ഈ പ്രാവശ്യം സൈക്കിൾ റിക്ഷ തന്നെയാണ് പിടിച്ചത്. ഞങ്ങൾ 3 പേരും അതിനകത്ത് എങ്ങനെ ഇരുന്ന് അറിയത്തില്ല. ഇച്ചിരി പാടായിരുന്നു, ചെറുതായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ ഫുഡൊക്കെ കഴിച്ച്, നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു രാവിലെ തൊട്ട്. ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോയി മെട്രോ പിടിച്ചു. ജിബിൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ. പുള്ളി വരുമെന്ന് പറഞ്ഞു. ആളുടെ കൂടെ വേണം നമുക്കിനി ഉള്ള സമയം നമ്മൾ കറങ്ങാനായിട്ട്. ഇവർ രണ്ടും എന്തൊക്കെയോ മാപ്പിലൂടെ നോക്കുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. ജീവനാണെങ്കിൽ ഗൂഗിൾ മാപ്പിനകത്ത് നോക്കുന്നു, അവിടുത്തെ മാപ്പിൽ നോക്കുന്നു. ഒടുവിൽ ഞങ്ങൾക്ക് ആളെ കിട്ടി. ആൾ വണ്ടിയായിട്ട് വന്ന് ഞങ്ങൾ പിക്ക് ചെയ്തു. എന്ത് മനോഹരമായ റോഡുകളാണല്ലേ ഈ വഴി സൈഡിലും പൂക്കളൊക്കെ വെച്ച്. നമ്മുടെ നാട്ടിലിങ്ങനെയൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. സ്ഥലപരിധിയുടെ ഉണ്ട്, എല്ലാത്തിൻ്റെയും പരിമിതികളുണ്ടല്ലോ നമുക്കിവിടെ. എന്തായാലും നല്ല രസമായിരുന്നു ഇതെല്ലാം കാണാനായിട്ട്. പലതരം പൂക്കളും കണ്ടപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പല കളറുകളിലായതുകൊണ്ട് നല്ല രസം. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾക്കാരും ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. എന്തായാലും കൊള്ളാം. ആൾ നമ്മൾ ബേക്കറി ഐറ്റംസിലോട്ടാണ് നമ്മളെ കൊണ്ടുപോയത്. ഫുഡിൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ വിട്ടുവീഴ്ചയില്ല. പക്ഷെ എന്നാലും നമ്മളത് ചെറിയ രീതിക്ക് തന്നെ കഴിച്ചു. കുറച്ച് പാഴ്സൽ വാങ്ങി. നല്ലതായിരുന്നു. കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബേക്കറി ആയിരുന്നു. നമ്മുടെ ദേശീയ പതാക പാറിപ്പറക്കുന്ന കാണാൻ എന്ത് മനോഹരമാണല്ലേ. വഴിയുടെ സൈഡിൽ കൂടെ എല്ലാം ഗാർഡൻ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. നമുക്കവിടെ കയറി സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. എല്ലാം മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാം കുറേ കറങ്ങി അടിച്ചതിന് ശേഷം നമ്മൾ കുത്തബ് മിനാർ കാണാനായിട്ട് എത്തിയിരിക്കുന്നു. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. നമ്മൾ നേരിട്ട് പോയി കണ്ടാലേ അതിൻ്റെ ഒരു മനോഹാരിത നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ മേളിൽ കൂടെ വിമാനം പോകുമ്പോഴൊക്കെ കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, നമ്മളിപ്പം മുട്ടുമെന്ന് ഓർക്കും. മറ്റേ ഒന്നും പറയാനില്ല. നല്ലൊരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണത്. വൈകുന്നേരം ഒരു 4:30-5 മണിയോടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് വൈകിട്ട് പഞ്ചാബിലോട്ടാണ് അടുത്ത ട്രെയിന്.
ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം നൈറ്റ് കയറി നമ്മൾ ഏർലി മോർണിംഗ് 4:30 ആകുമ്പോൾ എത്തും എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും 5 മണി 5:30 എത്തിയപ്പോഴത്തേക്കും. അന്നേരം ജോസ്റ്റോം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കൂട്ടിക്കൊണ്ട് റൂമിലോട്ട് പോയി. രാവിലെ തന്നെ അവിടെ എത്തി. മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ അടുത്ത് ഈ ഗോതമ്പ് പാടങ്ങൾ നിൽക്കുന്നതും മെട്ടു എന്നാണ് തത്തമ്മയുടെ പേര്. അത് ചെറിയ മയക്കമൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ പുറത്തോട്ട് നടക്കാൻ ഇറങ്ങിയത്. ഗോതമ്പ് പാടമാണ്. നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗോതമ്പ് ഇങ്ങനെ കാണുന്നത് തന്നെ ഉണ്ടായി വരുന്നത്. നല്ല മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയായിരുന്നു. എന്ത് ശരി, നമ്മൾ പുല്ലിനകത്തോട് നടക്കുമ്പോൾ ഇതൊക്കെ പാൻറ്റിലൊക്കെ ഇത് കൂട്ട് സാധനം കുത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ അതാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് തന്നെ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കുറേ നേരം നടന്നു. ഇഷ്ടംപോലെ ട്രാക്ടറാണ് അവിടെ. ട്രാക്ടറിലാണ് ലോഡും എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടുപോകുന്നത്. കൂടുതലും അവിടെ ലോക്കൽ ആവശ്യങ്ങൾക്കായി ട്രാക്ടറാണ്. നമ്മളാണ് ഇവിടെ ഇതെല്ലാം ഓട്ടോറിക്ഷ അതുപോലെയൊക്കെ വിളിക്കുന്നത്. ബൈക്കേ കൊണ്ടുപോകുന്നവരുണ്ട്. ചിലപ്പം ബൈക്കിൻ്റെ ബാക്കിലത്തെ ടയർ കാണത്തില്ല. ആ ടയർ പകരം മറ്റേ ലോഡ് വെക്കാനുള്ളത് കൊണ്ട് കയറ്റി വെച്ച് വെൽഡ് ചെയ്താണ് അവർ ഉപയോഗിക്കുന്നത് തന്നെ. എന്തായാലും പഞ്ചാബ് പോലെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു. പിന്നെ കഞ്ചാവ് കുറേ ഉണ്ടായിരുന്നു. കഞ്ചാവ് ചെടികൾ ഇഷ്ടം പോലെ വഴി കൂടെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ആരും ഹെൽമെറ്റ് വെക്കാറില്ല. പഞ്ചാബികൾ മറ്റേ തൊപ്പിയെല്ലാം വെക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവർക്ക് എന്തായാലും ആരും ഹെൽമെറ്റ് വെച്ച് ഇതുവരെയും കണ്ടിട്ടില്ല. ലോറികളൊക്കെ കാണാൻ നല്ല മനോഹരമാണ്. എല്ലാം ടാറ്റയുടെ ലോറികളാണ്. വഴികളും നല്ല സ്ട്രെയിറ്റ് റോഡ്, രണ്ട് സൈഡിലും തണൽ മരങ്ങളും. ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ സ്കൂളിലാണ് നമ്മൾ സ്കൂളിൽ അച്ഛന്മാർ താമസിക്കുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ താമസിക്കുന്നത്. പട്ടാൾക്കാരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. രണ്ട് വണ്ടിയുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ കഴിക്കുന്ന ഒരു കായാണ്. ഇന്നലെ പേര് പറഞ്ഞായിരുന്നു അച്ഛൻ, എന്താണെന്ന് ഓർക്കുന്നില്ല. എന്തായാലും ചെറിയൊരു പുളിയുണ്ട്, ചെറിയൊരു മധുരമുണ്ട്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിള്ളേർ ഇതൊക്കെ പറിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അങ്ങനെ കഴിച്ചിട്ടോ? അടിപൊളി. കുറച്ചൊക്കെ പഴുക്കുവാണെങ്കിൽ കുറച്ച് മരം കണ്ടത്. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പയ്യെ നടക്കാൻ ഇറങ്ങി. അച്ഛൻ ഞങ്ങളെയും കൂട്ടി നടക്കാൻ പോയി. അവിടെ വേറൊരു സ്ഥലമുണ്ട്, ഷൂട്ടിംഗ് ഒക്കെ എടുക്കുന്നൊരു സ്ഥലമുണ്ട്. നമുക്കത് കാണാൻ പോകാമെന്നും പറഞ്ഞ് അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയതാണ്. ഞങ്ങൾ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ നടന്നു. തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് ചൂടറിയത്തില്ലായിരുന്നു. എത്ര ദൂരം നടന്നെന്നറിയത്തില്ലായിരുന്നു. പിന്നെ നല്ല സ്ട്രെയിറ്റ് റോഡായിരുന്നു. വാഹനങ്ങൾ ഒരുപാടില്ലായിരുന്നു. ഈവനിങ് ടൈമിലായതുകൊണ്ട് ആ സൂര്യൻ്റെ അസ്തമയത്തിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ സാധിച്ചു. വൈകുന്നേരം ആയപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇത് നല്ല മനോഹരമായ സ്ട്രെയിറ്റ് റോഡാണ്. ഇങ്ങ് തൊട്ടേ സ്ട്രെയിറ്റ് റോഡാണ്. കണ്ണും അടിച്ചു വിടാം പറഞ്ഞ് കണ്ണടച്ചുകൊണ്ട് ഓടിക്കാൻ പറ്റിയല്ല. കാറ്റൊക്കെ പിടിച്ച് കുറേ താഴ്ത്ത് കിടക്കുക. എന്ത് രസമാണല്ലേ കാണാൻ. ഇത് കടുകാണെന്നാണ് ഇത് പറഞ്ഞത്. കടുക് കൃഷിയാണ്. നമ്മുടെ നാട്ടിലെ പാടത്തിൽ പോലും ഇറങ്ങിയിട്ടില്ല. ഇവിടെ വന്നിട്ട് ഇതിനകത്തൂടെയൊക്കെ ഓടി ഇറക്കുമായിരുന്നു. ഷൂട്ടിങ്ങിന് വേണ്ടി ഉണ്ടാക്കിക്കുന്ന ഓരോ
കടകളൊക്കെയാണ് കാണുന്നത്. നമ്മൾ വന്ന സ്ട്രീറ്റിൽ വന്ന പോലെയാണ് ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് പഴയ കാറുകൾ ഇവിടെ കിടപ്പുണ്ട്, ജീപ്പുണ്ട്, പൂക്കളുണ്ട്. നല്ല രസമുണ്ട്. നമ്മൾ കടുക എന്ന് പറഞ്ഞ് പണ്ട് കളിച്ചുകൊണ്ടിരുന്ന സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിലൊക്കെ ഞങ്ങൾ പണ്ട് കഞ്ഞിയും കറിയും കളിക്കുമ്പോഴൊക്കെ കടുക എന്ന് പറഞ്ഞ് ഇത് കൂട്ട് സാധനമാണ് നമ്മൾ പൊട്ടിച്ചിരുന്നത്. അതെല്ലാം നല്ല രസമുണ്ട് കാണാൻ. കുറേ പഴക്കമുള്ളൊരു വണ്ടി, സീഡ് മ്യൂസിക് അത് കൂട്ടൊരു കാറ് കിടപ്പുണ്ടായിരുന്നല്ലോ. അതല്ല, എന്നാലും ഇത് ഓടി വന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് ഓടുന്ന കണ്ടീഷൻ വണ്ടിയാണ് ഇപ്പോഴും. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു ബോണറ്റിന്. പക്ഷെ ഓടുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. നല്ല പഴക്കവും ഉണ്ട് വണ്ടിക്ക്. നല്ല രസമുണ്ട് കാണാൻ വണ്ടി. അവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലായിടത്തും ചുമ്മാ നിന്ന് ഫോട്ടോ എടുക്കാം. പക്ഷെ ഞങ്ങളിൽ നിന്ന് പൈസ മേടിച്ചു കേട്ടോ. ഞങ്ങൾക്ക് ഒരാൾക്ക് 100 രൂപ വെച്ച് അച്ഛൻ പൈസ കൊടുത്തു. ഇത് പിന്നെ അപ്പുറേ മാറി വേറൊരു സ്ഥലം, അവരുടെ തന്നെയാണ്. പഴയ ഒരു രീതിക്കുള്ള ഇതാണ്. വീടുകളും നഗരങ്ങൾ പോലത്തെ സംഭവങ്ങളാണ്. അതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. അവിടെ കുതിരയൊക്കെ കെട്ടി, പണ്ടത്തെ ഫോണ്. നമുക്കിതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് അതൊക്കെ ഒന്ന് കറക്കി നോക്കുന്നത് തന്നെ. പഴയ TV, കുതിരകളുണ്ട് കുറേ, പിന്നെ ഊഞ്ഞാൽ, കട്ടിൽ, എന്തൊക്കെയോ പഴയ സാധനങ്ങളുണ്ട്. അതൊക്കെ കണ്ട് വന്ന് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി. പിറ്റേ ദിവസം അച്ഛന്മാരുടെ ഫീസ്റ്റായിരുന്നു. ഞങ്ങൾ ചെറിയ കേക്കൊക്കെ മേടിച്ചായിരുന്നു. വൈകിട്ട് തന്നെ മേടിച്ച് രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കേക്ക് കട്ട് ചെയ്തു. നമ്മളിന്ന് അമൃത്സർ, വാഗാബോർഡ് എന്നീ 2 സ്ഥലങ്ങളിലാണ് പോകുന്നത് അല്ലേ മനോജ്? നമ്മൾ യാത്രയിലാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഗോൾഡൻ ടെമ്പിൾ ആണ് ഇപ്പോഴത്തെ പ്ലാൻ. അതാണ് 5:30ക്കാണ് വാഗാബോർഡ്. 5 മണി. ആ, ജോസ്റ്റോമുണ്ട്, ആശുണ്ട്, ആശു ചെമ്പക്കര. നമ്മൾ അവൻ്റെ വണ്ടിക്കാണ് ഇവിടെ നിന്ന് പോകുന്നത്. നമ്മൾ ഇന്നലെ രാത്രിയിലാണ് പ്ലാന്റ് കണ്ടത്. ബത്തിൻഡ റൂട്ട്. ഇന്ന് രാവിലത്തെ യാത്രയിൽ ശരി വെളിച്ചത്തോടെ കാണാൻ പറ്റി. പ്ലാന്റ് ഇപ്പം പ്രവർത്തിക്കുന്നില്ല. എന്നാ വലുപ്പല്ലേ? പിന്നെ എന്താ ഇത് നമ്മുടെ കോൾ തെർമൽ പവർ പ്ലാന്റ്. ഇത് ഇലക്ട്രിസിറ്റി ഇപ്പോൾ ഇല്ല, ഒരു 10-15 കൊല്ലമായിട്ട് ഇപ്പോൾ ഇല്ല. അത് അന്തരീക്ഷ മലിനീകരണം കാരണം ഇവിടെ നിർത്തി. 4 ഉണ്ടല്ലേ? എന്നാ വലുപ്പമല്ലേ? അട്ടാറ് സാധനം. അന്തരീക്ഷ മലിനീകരണം കാരണം ഇപ്പം നിർത്തിയേക്കുവാണ്. വേറെ സ്ഥലത്തോട്ട് അവർ മാറ്റി സ്ഥാപിച്ചു. മാറ്റി. എന്നാ മുട്ട സാധനമാ. അതിന് വലിപ്പം. അതെ ഹൈറ്റും. ഇതിനകത്ത് കുഞ്ഞിൻ്റെ ഇത് പോവാ. എങ്ങനെ പരിപാടി പോവാ? താഴെ 4 എണ്ണം ഉണ്ട്. പബ്ജിക്കകത്ത് എനിക്ക് തോന്നുന്നു ഇത് കൂട്ട് സാധനമാണെന്ന് തോന്നുന്നു. വേണ്ട സാധനമുണ്ട്. നമ്മുടെ കണ്ടത്തിലെ പുല്ലും കച്ചിയൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇത് അതാന്ന് തോന്നുന്നു. എന്തായാലും അമ്മട്ട സാധനമാണ്. ഇപ്പോൾ എന്തായാലും ഇല്ല. ഇടയ്ക്ക് വെച്ച് ഒന്ന് മാറി ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടി കയറിയായിരുന്നു. ആശാൻ മടുത്തെന്ന് പറഞ്ഞു. ഒരു കച്ചി കൊണ്ടുപോകുന്ന പോക്കേ, നമ്മളവർക്ക് വലിയ വണ്ടി വരാതെ, പക്ഷേ വെറും ട്രാക്ടറിലാണ് കച്ചി കൊണ്ടുപോകുന്നത്. ഇവിടെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ അതൊക്കെ എപ്പോൾ ഫൈൻ അടിച്ച് കിട്ടിയാൽ മതി എന്നുള്ളൂ. നമ്മുടെ കൊയ്ത്ത് മെഷീനാണ്. നമ്മുടെ ഇവിടെ അതെല്ലാം കൊയ്ത്ത് മെഷീൻ വാഹനങ്ങളിലാണ് കൊണ്ടുപോകുന്നത് തന്നെ. നമ്മൾ ഇപ്പം ഗോൾഡൻ ടെമ്പിളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. ഇത്രയും മനോഹരമായ വലിയൊരു കവാടം. ഈ കവാടം കയറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരുപാട് ദൂരം യാത്ര ചെയ്യണം. എന്ത് വലിയൊരു കവാടമല്ലേ. നമ്മൾ അങ്ങ് ദൂരെ നിന്ന് തന്നെ നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു.
ചെന്ന് കയറിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു, ഒന്നും പറയാനില്ല. ഇത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ അങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോയത്. ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണത്. ഇവിടെയാണ് ആ ബുള്ളറ്റ് വന്ന സ്പോട്ടാണ് അവർ വൈറ്റ് ഇത് വെച്ച് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തോ സ്മാരകം ആയിട്ടങ്ങനെ ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് ഗോൾഡൻ ടെമ്പിളിലോട്ട് നമ്മൾ വന്നു. പുറത്തുനിന്ന് കാണാൻ തന്നെ എന്ത് രസമല്ലേ, ആ വെയിലിൻ്റെ കൂടെ ഗോൾഡൻ കളർ, ഒന്നും പറയാനില്ല. ആ വെള്ളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നല്ല മനോഹരമായിട്ടിരിക്കും. നമുക്ക് തലയിൽ തുണി കെട്ടി മാത്രമേ നമുക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ കാല് കഴുകിയാണ് പ്രവേശിക്കുന്നത്. നമ്മളതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ നമ്മൾ നേർച്ച പോലത്തെ ഒരു ഫുഡ് നമ്മൾ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. നമ്മൾ കുറേ വെയിറ്റ് ചെയ്യണം നമ്മളത് കഴിക്കണമെങ്കിൽ. എന്തായാലും മനോഹരമായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേ ഒരു ചേട്ടൻ ഒരു കുട്ടിയുടെ പടം വരയ്ക്കുന്നു. നമ്മളിനി അടുത്തത് അവിടുന്ന് വാഗാബോർഡിലോട്ടാണ് നമ്മുടെ യാത്ര. വാഗാബോർഡിലോട്ട് പോകാൻ കുറച്ച് കിലോമീറ്ററുകൾ കൂടുതലുണ്ട്. നമുക്ക് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി നമ്മൾ വാഗാബോർഡിലോട്ട് പ്രവേശിച്ചു. വാഗാബോർഡിൽ വന്നു, നല്ല തിരക്ക് തന്നെയായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വന്നപ്പം കുറേ ഫില്ലായി. ഞങ്ങൾ മുകളിലാണ് പോയിരുന്നത്. ഇരിക്കാൻ പറ്റിയില്ല, ഞങ്ങൾ നിൽക്കുമായിരുന്നു. എന്ത് രസമാണല്ലേ, അത്രയും ഫൈറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കാണാനായിട്ട്. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ടാങ്കാണ് കാണുന്നത്. അപ്പറേ പാക്ക് ബോർഡാണ്, ഇന്ത്യ പാക്ക് ബോർഡാണ് അപ്പറേ. അവിടുത്തെ കണ്ടു കഴിഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് വെയിറ്റ് ചെയ്തില്ല, നേരെ റൂമിലോട്ട് ഇട്ടു. രാവിലെയാണ് നമുക്ക് ട്രെയിന് ജമ്മുവിലോട്ട്. വെളുപ്പിനെ ആയതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. നമ്മൾ ഒരു 11:15 നമ്മൾ തിരിച്ച് റൂമിൽ വന്നായിരുന്നു. നമുക്ക് 6:30 നമുക്ക് ട്രെയിൻ പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ നേരത്തെ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് നമ്മൾ പോന്നു. നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് സൊമാറ്റോന്ന്. തിരക്ക് കുറവായിരുന്നു ട്രെയിനിൽ. എന്തോ അങ്ങോട്ടായതുകൊണ്ടായിരിക്കും തിരക്ക് വളരെ കുറവായിരുന്നു. അല്ലാതെ എനിക്ക് ഇടിച്ചു കുത്തിയൊക്കെ ആളുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഇരട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ ജമ്മു താവിലോട്ട് എത്താറായിരുന്നു. പിന്നെ അവിടെ നമുക്കൊരു ജാക്കറ്റൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ ബസ്സിനാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്, കാശ്മീർക്ക് പോകുന്നത്. ജമ്മു താവിൽ നമുക്ക് ശ്രീനഗറിന് ബസ്സാണുള്ളത്. നമ്മൾ ബസ് കയറാം. ബസ്സിന് ഞങ്ങൾ സംസാരിച്ചിട്ട് ഞങ്ങൾ ബസ്സിന് കയറി. രാവിലെ അവിടെ 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തി. വൈകിട്ട് കയറിയതാണ്, നൈറ്റ് ഒന്നും അറിഞ്ഞില്ല, സുഖം ഉറക്കമായിരുന്നു. നമ്മൾ ഇവിടെയാണ് സ്റ്റേ എന്ന് പറയാൻ പറ്റത്തില്ല. 5:30 ആയപ്പോഴത്തേക്കൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി റൂം എടുത്തു എന്നേ പറയാൻ പറ്റുള്ളൂ. 1400 രൂപയാണ് ഞങ്ങൾ ഇന്ന് ചാർജ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് എന്താണെന്നും അറിയത്തില്ല. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഒരാളുടെ നമ്പർ കിട്ടി, ഞങ്ങളത് വിളിച്ചു. അപ്പം ആൾ പറഞ്ഞു ഞങ്ങൾക്ക് പാക്കേജായിട്ടല്ല, അല്ലാണ്ട് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. ഒരാൾ 6000 രൂപ തരണമെന്ന് പറഞ്ഞു. നമ്മൾ ആ റൂം എടുത്ത് അവിടെ ചോദിച്ചപ്പോൾ ഒരാൾക്ക് 11 രൂപ വെച്ചാകുമെന്നാണ് പറഞ്ഞത്. നമ്മൾ കഴിവതും ഏതെങ്കിലും ഒരു പാക്കേജ് എടുത്ത് കാശ്മീരൊക്കെ വരിക എന്നേ പറയാൻ പറ്റുള്ളൂ. ഊബറും കാര്യങ്ങളൊന്നും നമ്മുടെ ഇല്ല, അല്ലെങ്കിൽ വല്ല കോണ്ടാക്ട്സ് വേണം. ഇവിടെ ആണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോലും നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയതല്ല, അങ്ങനെ ഫ്രണ്ട്സിൻ്റെ പട്ടാളക്കാർ ഇവിടെ പട്ടാള ഭരണമാണ്. അപ്പം നമുക്കങ്ങനെ പറ്റത്തില്ല. അപ്പം കഴിവതും നമ്മൾ പാക്കേജ് എടുത്ത് ജമ്മുവിനൊക്കെ വരിക. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളം കൂടി കുറയും, നല്ല തണുപ്പാണ്. അതുകൊണ്ട് വെള്ളമൊക്കെ കുടിക്കുക. നമ്മൾ അന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം 12 മണി ആകാറായിരുന്നു നമ്മളെല്ലാം ക്ലിയറായി വന്നപ്പോഴത്തേക്കും. ഞങ്ങൾ ഗുൽമർഗാണ് ആദ്യം പോയത്. ഗുൽമർഗ് പോയിട്ട് നമുക്ക് വൈകിട്ട് റൂമിൽ കാണാം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പം ഞങ്ങൾ ഗുൽമർഗ് പോയി. അതിൽ എല്ലാം മഞ്ഞത്ത് കുറേ മഞ്ഞ് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് കുറേ കുത്തിമറിഞ്ഞു. പോകുന്ന വഴിക്കെല്ലാം മഞ്ഞ് വീണ് വഴിയെ കൂടെ കിടപ്പുണ്ടായിരുന്നു. വെയിൽ കാരണം കുറച്ച് ഉരുകുന്നുണ്ടായിരുന്നു. ഇന്നലെ തലേദിവസം സ്നോഫോൾ ഉണ്ടായിരുന്നെന്നാണ് ഞങ്ങൾ ഡ്രൈവർ പറഞ്ഞത്.
ഒടുവിൽ ഞങ്ങളവിടെ എത്തി. മഞ്ഞെത്തി ഗായ്സ്. നമുക്ക് കണ്ണാടി വെക്കാനായിട്ട് പറ്റത്തില്ല. കൂളിംഗ് ഗ്ലാസ് നമ്മൾ വെക്കണം. കാര്യം വെയിലുള്ളതുകൊണ്ട് നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. വല്ലാത്തൊരു ഇതാണ്, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. കൂളിംഗ് ഗ്ലാസ് ഇല്ലാണ്ട് പറ്റത്തില്ല. ജിബിനാണെ കയറണമെന്ന് പറഞ്ഞ് അവൻ കയറി. ആശാൻ ഉരുണ്ട് പറിച്ച് വീണു. നല്ല രസമായിരുന്നു. നമുക്കന്ന് ഞങ്ങൾ മഞ്ഞത്തോട്ട് ഇറങ്ങിയ സമയമായിരുന്നു. ആശാൻ ആദ്യം തന്നെ കയറി കൈയൊക്കെ മരച്ചു പോയി. ഞങ്ങൾ നോക്കി നിന്ന് ചിരിച്ചതേ ചെയ്തുള്ളൂ. ഞങ്ങൾ അവനെ എണീപ്പിക്കാൻ ചെന്നില്ല. ഒരാളുടെ തന്നെ 400-500 രൂപ എങ്ങാണ്ടാണ് മേടിച്ചത്. ഇവർ പറഞ്ഞു തരുന്നൊക്കെയുണ്ട്, പക്ഷെ ഇവർ നമ്മളെ പിടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. മഞ്ഞത്ത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇറങ്ങുന്നത്. നമ്മൾ അതിൽ കുറേ കുത്തി മറിഞ്ഞു. എന്താണോ എനിക്ക് ആവി എടുക്കുന്നു. ഇതെല്ലാം നടന്നിട്ടാണെന്ന് തോന്നുന്നു. മഞ്ഞുണ്ട്, കാല് താന്ന് പോകുന്നുണ്ട് നന്നായിട്ട്. ഷൂവിനകത്ത് മഞ്ഞ് കയറി കഴിഞ്ഞാൽ അതിരിക്കും, സോക്സ് നനയും. വെള്ളമാണ് പയ്യെ മന്ദം നടക്കുക. എന്ത് മനോഹരമായ കാഴ്ചയല്ലേ. ഞങ്ങളവിടെ കിടന്ന് എന്തൊക്കെയോ കുത്തിമറിഞ്ഞ് എന്തൊക്കെയോ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മഞ്ഞ് ആദ്യമായിട്ട് കാണുന്നതിൻ്റെയാണ്. ഇതുവരെ നമ്മൾ മഞ്ഞ് കണ്ടില്ല, മഴയെ കണ്ടിട്ടുള്ളൂ. നമ്മളിവിടുന്ന് ആരായാലും ഇങ്ങനെ തന്നെയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യും. ഈ മഞ്ഞൊക്കെ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നത് ചായ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. അവിടെ ഒത്തിരി ചായക്കടയൊക്കെ ഉണ്ട്.